ഹലോ ഫ്രണ്ട്സ്, യു കെയിലെ ജനറൽ ഇലക്ഷന് ഏകദേശം ഒരു 17 ദിവസങ്ങൾ കൂടി മാത്രമാണ് ഉള്ളത്. ജൂലൈ 4-നാണ് യു കെയിലെ ജനറൽ ഇലക്ഷൻ വരുന്നത്. നമ്മുടെ നാട് പോലൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പ്രചാരണം കൊടുമ്പിരിക്കൊള്ളുന്ന ഒരു സമയമാണ്. പക്ഷേ നമ്മുടെ നാട്ടിലെ ആ ഒരു രീതിയല്ല യു കെയിലെ ഈ ഒരു ഇലക്ഷൻ വരുമ്പോഴുള്ള നമ്മൾ ഇവിടെ ഇലക്ഷൻ നടക്കുന്നുണ്ടോ അതുപോലെ നമുക്കറിയില്ല. കാരണം ഇവിടെ പ്രചാരണ പരിപാടികളോ അല്ലെങ്കിൽ മൈക്ക് കെട്ടിയുള്ള ആഘോഷങ്ങളോ ഇങ്ങനെയുള്ള പരിപാടികൾ ഒന്നും തന്നെ യു കെയിൽ സാധാരണ നമ്മൾ കാണാറേയില്ല. ഇവിടെ പൊതുവായിട്ട് നടക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വീടുകളിൽ കയറിക്കൊണ്ട് 2-3 ലെറ്ററുകളൊക്കെ കൊടുത്ത് അങ്ങനെയുള്ളൊരു പ്രചാരണം മാത്രമാണ് ഇവിടെ നടക്കുന്നത്. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ഷൻ്റെ മുന്നോടിയായിട്ട് എല്ലാ പാർട്ടികളും അവരുടെ മാനിഫെസ്റ്റോകൾ പുറത്തിറക്കാറുണ്ട്. ഈ ഒരു മാനിഫെസ്റ്റോയിൽ പറയുന്ന കാര്യങ്ങളായിരിക്കും അടുത്ത 5 വർഷത്തേക്ക് ആ ഒരു ഗവൺമെൻറ്റാണ് അധികാരത്തിൽ വരുന്നത് എങ്കിൽ അവർ നടപ്പിലാക്കുക. അപ്പോൾ നമ്മുടെ നാട്ടിലും ഈ ഒരു മാനിഫെസ്റ്റോ ഒക്കെ അവർ നേരത്തെ പുറപ്പെടുവിക്കാറുണ്ട്. പക്ഷേങ്കിൽ ഇലക്ഷൻ കഴിഞ്ഞ് ജയിച്ചു കഴിഞ്ഞാൽ അതൊന്നും പിന്തുടരുന്ന ഒരു കാര്യം നമ്മുടെ നാടുകളിലാണെന്നുണ്ടെങ്കിൽ ഇല്ല. പക്ഷേങ്കിൽ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാനിഫെസ്റ്റോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നടപ്പിലാക്കിയില്ല എന്നുണ്ടെങ്കിൽ ജനങ്ങൾ അതിന് എതിരായിട്ട് വരും. കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ ഋഷി സുനക്കിൻ്റെ നേതൃത്വത്തിലുള്ള കൺസർവേറ്റീവ് പാർട്ടിയുടെ പുതിയ മാനിഫെസ്റ്റോ അവർ അവതരിപ്പിച്ചത്. നമുക്ക് ഏറ്റവും പോസിറ്റീവായിട്ടൊരു കാര്യം അതിനകത്തിൽ എടുത്തു പറയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം അവർ പുതിയതായിട്ട് ഏകദേശം ഒരു 92,000-ഓളം പുതിയ നേഴ്സസിനെ അപ്പോയിൻമെൻറ്റ് ചെയ്യുമെന്നാണ് ഇപ്പോഴവരുടെ മാനിഫെസ്റ്റോയിൽ പറഞ്ഞിരിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ എപ്പോഴും കാത്തിരിക്കുന്ന ഒരു കാര്യമാണ് യു കെയിലെ NHS ഇൻ്റർവ്യൂകൾ എന്ന് റീസ്റ്റാർട്ട് ചെയ്യുമെന്നുള്ള കാര്യം. ഇപ്പോഴത്തെ ആ ഒരു മാനിഫെസ്റ്റോ ഋഷി സുനക് പുറപ്പെടുവിച്ച് കഴിഞ്ഞപ്പോൾ NHSന് ഊന്നൽ നൽകിക്കൊണ്ട്, കാരണം പ്രതിപക്ഷത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ആ ഒരു NHS അപ്പോയിൻമെൻറ്റ് ബാക്ക്ലോഗ് 7.54 മില്യൺ ഉള്ളത് അവർ എല്ലാ ആഴ്ചകളിലും ഏകദേശം ഒരു 40,000-ഓളം എക്സ്ട്രാ അപ്പോയിൻമെൻറ്റുകൾ നൽകിക്കൊണ്ട് അതവർ കുറച്ച് കൊണ്ടുവരുന്നത്. ആ ഒരു സെയിം ടൈമിലാണ് ഋഷി സുനക്കിൻ്റെ നേതൃത്വത്തിലുള്ള ഈ ഒരു കൺസർവേറ്റീവ് കക്ഷികൾ ഇനി ഇവിടെ പുറകോട്ട് പോയിരിക്കുന്ന ഈ ഒരു കക്ഷി അടുത്ത ഭരണത്തിൽ വരണമെന്നുണ്ടെങ്കിൽ ജനോപകാരപ്രദമായ കാര്യങ്ങൾ നടപ്പിലാക്കിയെങ്കിൽ മാത്രമേ സാധിക്കൂ എന്നുള്ളത് അവർക്കറിയാം. അതുകൊണ്ടാണ് അവരിപ്പോൾ NHSന് മുൻഗണന നൽകിക്കൊണ്ട് NHSലേക്ക് ഏകദേശം ഒരു 92,000 പുതിയ നഴ്സസിനെയും അതുപോലെ തന്നെ 28,000 ഡോക്ടേഴ്സിനെയും ഈ ഒരു അടുത്ത 5 വർഷത്തിനുള്ളിൽ അവർ അപ്പോയിൻമെൻറ്റ് ചെയ്യുമെന്ന് അവരുടെ ഒരു മാനിഫെസ്റ്റോയിൽ പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു കറണ്ട് സിറ്റുവേഷൻ നമ്മൾ നോക്കുമ്പോഴേ യു കെയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു നേഴ്സിംഗ് പഠിക്കുന്ന ആൾക്കാരുടെ എണ്ണത്തിൽ വളരെയധികം കുറവാണ്. നമ്മുടെ നാടുകളിൽ നിന്നൊക്കെ വന്നിരിക്കുന്ന സ്റ്റുഡൻസാണ് ഏറ്റവും കൂടുതൽ ഇവിടെ ഇപ്പോൾ ഈ ഒരു നേഴ്സിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ. ബ്രിട്ടനിലുള്ള ആൾക്കാർ വളരെയധികം കുറച്ച് ആൾക്കാർ മാത്രമാണ് ഈ ഒരു കോഴ്സിലേക്ക് അവർ ചേരുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ അവർ ധാരാളം പ്രഷറും ടെൻഷനുമൊക്കെ അനുഭവിക്കുന്നുണ്ട്. അതിനനുസരിച്ചുള്ള ഒരു വേതനം അവർക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു 92,000 പുതിയ നേഴ്സസിനെ അവർ ഈ ഒരു അടുത്ത 5 വർഷം കൊണ്ട് അപ്പോയിൻമെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് വിദേശ രാജ്യങ്ങളിൽ നിന്ന് റിക്രൂട്ട് ചെയ്യാതിരിക്കാൻ അവർക്ക് സാധിക്കത്തില്ല. അപ്പോൾ വിദേശ രാജ്യങ്ങളിൽ നിന്ന് റിക്രൂട്ട് ചെയ്തെങ്കിൽ മാത്രമേ അടുത്ത 5 വർഷത്തിനുള്ളിൽ ഇത്രയും നേഴ്സസിനെയും അതുപോലെ തന്നെ 28,000-ൽ പരം ഡോക്ടേഴ്സിനെയും അവർ റിക്രൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു അപ്പോയിൻമെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ നിന്ന് അവർക്ക് റിക്രൂട്ട് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ നമ്മൾ കാണുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയൊരു ഗവൺമെൻറ് വന്നു കഴിയുമ്പോൾ ഇനിയിപ്പോഴും ലേബർ ഗവൺമെൻറ് ആണെങ്കിലും ഈ ഒരു കൺസർവേറ്റീവ് കക്ഷികളുടെ നേതൃത്വത്തിലുള്ള ഭരണമാണ് വരുന്നുണ്ടെങ്കിലും ഈ ഒരു NHS ബാക്ക്ലോഗ് അപ്പോയിൻമെൻറ്റ് ബാക്ക്ലോഗുകൾ കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ NHSന് ആവശ്യത്തിനനുസരിച്ച് ഡോക്ടേഴ്സിനെയും അതുപോലെ തന്നെ നേഴ്സസിൻ്റെയും ആവശ്യം വരും. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും അവർ വിദേശ രാജ്യങ്ങളിൽ നിന്ന് റിക്രൂട്ട് ചെയ്യേണ്ടതായിട്ട് വരും. ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, യു കെയിലെ നെറ്റ് എമിഗ്രേഷൻ കുറയ്ക്കുക എന്നുള്ളതാണ് ഇവരുടെ എല്ലാവരുടെയും മുഖ്യമായ ഒരു അജണ്ട എന്ന് പറയുന്നത്. അപ്പോൾ കഴിഞ്ഞ ഒരു 3-4 മാസങ്ങളായിട്ട് ഇവിടെ സ്റ്റുഡൻസിൻ്റെ ഡിപ്പെൻഡൻസ് അതുപോലെ തന്നെ കെയറേഴ്സിൻ്റെ ഡിപ്പെൻഡൻസ് ഒക്കെ വരാതിരിക്കുന്നതുകൊണ്ടും ഇപ്പോൾ NHS റിക്രൂട്ട്മെൻറ്റുകൾ ഫ്രീസ് ചെയ്തിരിക്കുന്നതുകൊണ്ടും മാത്രമല്ല ഈ ഒരു കെയർമാരായിട്ട് വിരമിക്കുന്ന ആൾക്കാരുടെയൊക്കെ എണ്ണം വളരെയധികം കുറവായതുകൊണ്ടും ഇപ്പോൾ നെറ്റ് എമിഗ്രേഷൻ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് പുതിയ ഒരു ഇലക്ഷനിലേക്ക് വരുമ്പോൾ ടോറി ഗവൺമെൻറ്റിന് അത് അവരുടെ ഒരു വിജയമായിട്ട് അവർക്ക് അവതരിപ്പിക്കാനായിട്ട് സാധിക്കും. ഇനിയിപ്പോൾ ലേബർ ഗവൺമെൻറ് ആണ് അല്ലെങ്കിൽ കൺസർവേറ്റീവ് ഗവൺമെൻറ് ആണ് ആര് വന്നു കഴിഞ്ഞാലും NHSലെ ഈ ഒരു റിക്രൂട്ട്മെൻറ്റുകൾ തുടരാതിരിക്കാനായിട്ട് അവർക്ക് സാധിക്കത്തില്ല. കാരണം ഇപ്പോൾ തന്നെ NHS ഇംഗ്ലണ്ടിൽ മാത്രമേ ഏകദേശം 31,000-ഓളം നേഴ്സസിൻ്റെ വേക്കൻസികളുണ്ട്. ഡോക്ടേഴ്സിൻ്റെ ഒരു കണക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ രീതിയിലുള്ള ഷോർട്ടേജാണ് ഇപ്പോൾ യു കെയിൽ ഉടനീളമുള്ളത്. നമ്മുടെ NHS ഇംഗ്ലണ്ടിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അനുഭവിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ അറിയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ധാരാളം മാനേജേഴ്സാണ്
ഈ ഒരു NHS ഹോസ്പിറ്റലുകളിൽ ജോലി ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു മാനേജേഴ്സിനെ റിഡ്യൂസ് ചെയ്തുകൊണ്ട് അതിൻ്റെ ഒരു സംഖ്യ എന്ന് പറയുന്നത് ഏകദേശം ഒരു 5500 കുറയ്ക്കും എന്നുള്ളൊരു കാര്യം കൂടി ഇപ്പോഴും കൺസർവേറ്റീവ് അവരുടെ മാനിഫെസ്റ്റോയിൽ പറഞ്ഞിരിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെന്റിസ്റ്റ്, പാരാമെഡിക്സ്, അതുപോലെ തന്നെ മിഡ് വൈഫ്സിനെ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് കൂടുതൽ ട്രെയിനിങ് സെൻറ്ററുകൾ അവരെ ആരംഭിക്കുമെന്നുള്ള കാര്യം കൂടി അവർ പറഞ്ഞിരിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 250 പരം പുതിയ GP സർജറീസുകളും അതുപോലെ തന്നെ 50 പരം പുതിയ ഡയഗ്നോസ്റ്റിക് സെൻറ്ററുകളും 40 ബ്രാൻഡ് ന്യൂ ഹോസ്പിറ്റലുകളും അവർ നിർമ്മിക്കാനുള്ള പ്ലാനാണ് ഈ ഒരു 2030 വരെയുള്ള അവരുടെ ഒരു പ്ലാനിൽ അവർ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വന്നു കഴിയുമ്പോൾ GPയിൽ നമുക്ക് കൂടുതൽ അപ്പോയിൻമെൻറ്റുകൾ കിട്ടാനുള്ള സാഹചര്യം ഉണ്ടാകും. അതുപോലെ തന്നെ ഒരു 40 പുതിയ ഹോസ്പിറ്റലുകൾ കൂടി വന്നു കഴിയുമ്പോൾ ഈ ഒരു അപ്പോയിൻമെൻറ്റുകളുടെ ബാക്ക്ലോഗുകൾ കുറച്ച് കുറയും. മാത്രമല്ല ഈ ഒരു 40 ഹോസ്പിറ്റലുകൾ ഇവിടെ നിർമ്മിച്ച് അതൊരു പ്രവർത്തനത്തിലേക്ക് വരുമ്പോൾ ഇത്രയും നേഴ്സസിൻ്റെയും ഡോക്ടേഴ്സിൻ്റെയും ആവശ്യങ്ങളാണ് വരുന്നത്. അപ്പോൾ എന്തായാലും അവർക്ക് വിദേശ രാജ്യങ്ങളിൽ റിക്രൂട്ട് ചെയ്യാതെ ഇത്രയും നേഴ്സസിനെ ഒറ്റയടിക്ക് UK കൊണ്ടുവരാനായിട്ട് UK നമ്മൾ നോക്കി കഴിയുമ്പോൾ ഇത്രയും നേഴ്സസ് ഇവിടെ പഠിച്ചിറങ്ങുന്നില്ല. അപ്പോൾ എങ്ങനെ വന്നു കഴിഞ്ഞാലും നമ്മളെ സംബന്ധിച്ചുള്ള ഒരു 92,000 പുതിയ നേഴ്സസിനെ അടുത്ത 5 വർഷം കൊണ്ട് ഈ ഒരു ഗവൺമെൻറ് അപ്പോയിൻമെൻറ്റ് ചെയ്യും എന്ന് പറയുമ്പോൾ നമുക്കതൊരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. കാരണം കൂടുതൽ ആൾക്കാരെ അവർ ഇൻ്റർനാഷണലി റിക്രൂട്ട് ചെയ്യാനായിട്ട് പോകുന്നു. അപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് ഇപ്പോഴും പഠിച്ച് നിൽക്കുന്ന ആൾക്കാർ കഴിഞ്ഞ ഒരു 6 മാസമായിട്ട് UK ഇൻ്റർവ്യൂകൾ ലഭിക്കുന്ന അല്ലെങ്കിൽ ഈ UK ഒരു കോഴ്സ് ലഭിക്കാനായിട്ട് അവർ വളരെ വലിയ രീതിയിലാണ് ഇപ്പോഴും ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പോസിറ്റീവായിട്ടുള്ളൊരു വാർത്ത തന്നെയാണ്. UK സംബന്ധിച്ചോളം UK ജനങ്ങളെ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്ന മറ്റൊരു മേഖല എന്ന് പറയുന്നത് ഇവിടുത്തെ ദന്തൽ അപ്പോയിൻമെൻറ്റുകളാണ്. കാരണം നമുക്കറിയാം ഇവിടെ ഒരു ദന്തൽ അപ്പോയിൻമെൻറ്റ് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ബുദ്ധിമുട്ടാണ്. ഇവർ പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ ഏകദേശം ഒരു 2.5 മില്യൺ പുതിയ NHS ദന്തൽ അപ്പോയിൻമെൻറ്റുകൾ കൂടി അവർ നടപ്പിലാക്കുമെന്നാണ്. UK ഡെന്റിസ്റ്റുകൾ അല്ലെങ്കിൽ ദന്ത ഡോക്ടർമാരുടെ ധാരാളം വേക്കൻസികളാണ് ഇപ്പോഴും നിലവിലുള്ളത്. ഇനിയിപ്പോൾ കൂടുതൽ ഡെന്റിസ്റ്റുകളെ ഇവർ അപ്പോയിൻമെൻറ്റ് ചെയ്യാനായിട്ട് പോകുന്നു. ഇതിന് എല്ലാം കൂടി ഏകദേശം ഒരു 550 മില്യൺ പൗണ്ടാണ് ഗവൺമെൻറ് മാറ്റി വെക്കാനായിട്ട് പോകുന്നത്. അപ്പം നമ്മൾ അടുത്ത ഇലക്ഷൻ കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും എന്തായാലും ഡോക്ടേഴ്സിൻ്റെയും നേഴ്സസിൻ്റെയും ഇതുപോലെ തന്നെ ദന്ത ഡോക്ടർമാരുടെയും എല്ലാവരുടെയും തന്നെ ധാരാളം ഒഴിവുകളും അതുപോലെ തന്നെ റിക്രൂട്ട്മെൻറ്റുകളും UK തുടങ്ങും എന്നുള്ള കാര്യത്തിൽ എന്തായാലും ഇപ്പോൾ അവരുടെ എല്ലാവരുടെയും പരിഗണനയിൽ അത് നിൽക്കുന്നു. ഇൻ്റർനാഷണൽ റിക്രൂട്ട്മെൻറ്റുകൾ കണ്ടിന്യൂ ചെയ്യുമെന്ന് തന്നെയാണ് ഇവരുടെ ഈ കാര്യങ്ങളിൽ നിന്ന് എല്ലാം തന്നെ ഇപ്പോൾ ഉരുത്തിരിഞ്ഞ് വരുന്നത്. നമ്മൾ മറ്റൊരു വീഡിയോ കാണുന്നതിലേക്ക് എല്ലാവർക്കും വേണ്ടി നന്ദി, നമസ്കാരം.